ഗോപനൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു സർവ്വസമ്പത്തും സമൃദ്ധിയുള്ള ഒരു ഖജനാവ് കയ്യിൽ ഏൽപ്പിച്ച് പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിലെന്താ പോയി സംശയം? കോടികളുടെ നീക്കിരിപ്പ് വെച്ചിട്ടാണ് പോയിരിക്കണ്. ഇനി അങ്ങോട്ട് എടുത്തിങ്ങനെ ആര് വെതറി ചെലവാക്കാൻ. ആ കോടിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം കടമെടുക്കുക ചെയ്യുന്നത്. അത് 3 ഉപാധികളിലൂടെ കടമെടുക്കുന്നുണ്ട്. ഒന്ന് RSFലൂടെ സ്പെഷ്യൽ റിലീസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അത് റിപ്പോ റേറ്റിനെ കുറച്ചിട്ട് പിന്നെ 2% പലിശയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് മതിയാവാണ്ട് വന്നാൽ അതിന് 3262 കോടി രൂപയുടെ ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആണ്. സംസ്ഥാന സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ വട്ടവും ഈ പറയുന്ന ട്രഷറിയിലെ പൈസ മിനിമം ബാലൻസിലേക്ക് താഴേക്ക് പോകുന്ന സമയത്ത് റിസർവ് ബാങ്കിൽ നിന്ന് RSF എടുക്കുന്നു. 3200 കോടി രൂപയുടെ പണം. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ എത്ര രൂപ കടണ്ടോ അത്ര രൂപയുടെ RBIയിൽ പോയിട്ട് നോട്ടടിക്കാൻ പറഞ്ഞൂടെ? അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കടമെടുക്കണേ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 262 തവണ ഈ പറയുന്ന വെയ്സ് ആൻഡ് മീൻസ് പ്രകാരവും 85 തവണ ഓവർ ഡ്രാഫ്റ്റ് പ്രകാരവും പൈസ എടുത്തിട്ട് രാഷ്ട്രീയപ്പെട്ടിട്ട് കാര്യമില്ല പോയി. അത് അവരുടെ കഴിവ്. അന്താരാഷ്ട്ര നിലവാരത്തിന്റെ പടിവാതിക്കൽ ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനെ ചെലവാക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കടെടുക്കണം, കടെടുത്തോണ്ടേയിരിക്കും. ഫാസിസത്തിന് തടഞ്ഞു നിർത്തണ്ടേ? ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. മനസ്സിലായ ഭായി? നന്ദി, നമസ്കാരം.